ഇന്ത്യൻ സൈന്യം പാകിസ്ഥാന്റെ ടെററിസ്റ്റ് ക്യാമ്പുകൾ 9 ക്യാമ്പുകൾ തകർത്തു എന്നുള്ളത് അത് പാകിസ്ഥാൻ ഒരു ക്ലിയർ കട്ട് മെസ്സേജാണ്. പാകിസ്ഥാനിനും പാകിസ്ഥാൻ ആർമിക്കുള്ള ക്ലിയർ കട്ട് മെസ്സേജാണ് എന്ന് വേണം കരുതണമെങ്കിൽ. 22-ാം തീയതി പെഹൽഗാമിൽ നടന്ന ഭീകരാക്രമണം ഒരു സാധാരണ ആക്രമണമല്ല. ഇതിനു മുൻപ് ഇതുപോലെ 2 പ്രാവശ്യം നടന്നിട്ടുണ്ട്. 2 പ്രാവശ്യം നടന്നിട്ടുണ്ട്. ഒന്ന് ബോംബെയിൽ നടന്നത് 26/11, വേറെ ഒരെണ്ണം 2001 പാർലമെന്റിൽ അറ്റാക്ക് ചെയ്തത്. ഈ 2 അറ്റാക്കുകളും ഈ 3 അറ്റാക്കുകളുടെയും പുറകിൽ ആർമിയുടെ കൃത്യമായിട്ടുള്ള പ്ലാനിങ്ങും അത് വളരെ പ്രിസൈസ് ആയിട്ട് അവർ ഓപ്പറേറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. പഹൽഗാമിൽ നടന്നതും ആർമി പ്ലാൻ ചെയ്ത ഒരു ഓപ്പറേഷനാണ്. സിവിലിയൻസ് ആണ് ടെററിസ്റ്റ് ആയിട്ട് വന്നതും കൊന്നതും. എങ്കിലും അതിന്റെ പുറകിലെ ബുദ്ധിയും കാര്യങ്ങളും എല്ലാം ആർമിയുടെ ആണ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. അത് ജനറൽ മുനീറിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ വളരെ ക്ലിയർ ആണ്. ഈ ഇന്നത്തെ തിരിച്ചടി എന്ന് പറയുന്നത് പാകിസ്ഥാൻ ആർമിക്ക് കിട്ടിയ ഒരു തിരിച്ചടിയാണ്. നമ്മൾ പെഹൽഗാമിൽ 22-ാം തീയതി അറ്റാക്ക് കഴിഞ്ഞതിന് ശേഷം 15 ദിവസം നമ്മൾ കാത്തിരുന്നു. ഇന്ന് എന്ത് ചെയ്യും, നാളെ എന്ത് ചെയ്യുമെന്ന് പലർക്കും സംശയമായിരുന്നു. നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ, നമുക്ക് ചെയ്യാൻ കഴിയുമോ, നമ്മൾ ചെയ്യുമോ എന്നുള്ള പല സംശയങ്ങളും ഉണ്ടായിരുന്നു. ആ സംശയങ്ങൾക്കെല്ലാം അറുതി വരുത്തി ഇന്ന് സെലക്ട് ചെയ്ത 9 ടെററിസ്റ്റ് ക്യാമ്പ്, അതിൽ ഏറ്റവും വലുതായിരുന്ന ബാലാസ്പൂർ എന്ന് പറയുന്ന ക്യാമ്പും അപ്പാട് തകർത്ത് ഇന്ത്യൻ സൈന്യം, ഇന്ത്യൻ എയർഫോഴ്സ് പോയി ബോംബ് ചെയ്ത് നശിപ്പിച്ചു. ആ വിവരങ്ങളെല്ലാം TV-യിൽ നിങ്ങൾ എല്ലാവരും കാണിച്ചിട്ടുണ്ട്, എല്ലാവരും ഇന്ന് കാണുന്നുണ്ട്. ഇന്ത്യയെ സ്നേഹിക്കുന്നതോ അല്ലെ ഇന്ത്യയുടെ സുരക്ഷയെ സ്നേഹിക്കുന്നതോ ഇന്ത്യയിൽ അഭിമാനം കൊള്ളാവുന്ന എല്ലാവർക്കും ഇന്നത്തെ ഒരു ദിവസം ആഘോഷത്തിന്റെ ദിവസമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. ഇപ്പോൾ പഹൽഗാമിലെ കണ്ണീരിന് ചുട്ട മറുപടി തന്നെയാണ് ഇന്ത്യ നൽകിയതെന്ന കാര്യത്തിൽ സംശയമില്ല. പാകിസ്ഥാനിലും അതുപോലെ പാക് അധീന കശ്മീരിലും ഒരുപോലെ തന്നെ ഇന്ത്യൻ സൈന്യം നടത്തിയ ആക്രമണത്തിൽ തിരിച്ചടിക്കുമെന്ന വ്യക്തമായ സൂചന കൗണ്ട് ഡൗൺ അടക്കം നൽകിയിട്ട് പോലും പാകിസ്ഥാൻ അതിനെ ചെറുക്കാൻ വേണ്ടിയിട്ടോ അതിൻ്റെ കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടോ ഉള്ള ഒരു ഇന്റലിജൻസ് സംവിധാനവും അവിടെ പ്രവർത്തിച്ചിട്ടുണ്ടായിരുന്നില്ലേ? മുന്നറിയിപ്പ് നൽകിയിട്ടും സൂചന നൽകിയിട്ടും അപ്രതീക്ഷിതമായ തിരിച്ചടിയായി ഇത് മാറിയതെങ്ങനെയാണ്? പാകിസ്ഥാൻ എല്ലാ തയ്യാറെടുപ്പും എടുത്തിരുന്നിരിക്കും. തീർച്ചയായിട്ടും പാകിസ്ഥാൻ നമ്മൾ തിരിച്ചടിക്കും എന്ന് പറഞ്ഞപ്പോൾ അവർ പ്രതിരോധത്തിനായി എല്ലാ കാര്യങ്ങളും തന്നെ ചെയ്തിരുന്നിരിക്കും. പക്ഷേ ഈ ടെററിസ്റ്റ് ആക്ഷൻ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മിലിറ്ററി ആക്ഷൻ, ടാക്ടിക്കൽ അറ്റാക്ക് എന്ന് പറയുന്നത് കൂടുതൽ ബുദ്ധിയും കൂടുതൽ സാമർഥ്യവും ആര് തെളിയിക്കുന്നോ അവർക്കാണ് വിജയം. ഇന്ത്യ ഇതിൽ ഈ 15 ദിവസം ഇന്ത്യൻ ആർമിയോ ഇന്ത്യൻ എയർഫോഴ്സോ ഇന്ത്യൻ നേവിയോ വെറുതെ അല്ല ഇരുന്നത്. അവർ ഓരോ മിനിറ്റും പാകിസ്ഥാന്റെ ചലനങ്ങളും പാകിസ്ഥാൻ ആർമിയുടെ പ്ലാനുകളും പഠിക്കുകയും അതിന് കൗണ്ടറായിട്ട് ഒരു സ്ട്രാറ്റജി ഡിസൈൻ ചെയ്യുകയും ചെയ്തിട്ടാണ് ഇന്നത്തെ അറ്റാക്ക് നടന്നിരിക്കുന്നത്. പാകിസ്ഥാൻ പ്ലാൻ ചെയ്യാതിരുന്നിരിക്കില്ല. പാകിസ്ഥാന്റെ പ്ലാനുകളെ അവിടെ തോൽപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് അവരുടെ ടെററിസ്റ്റ് ക്യാമ്പുകൾ നശിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം കരുതണമെങ്കിൽ. അതെ, ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും ഇനി എന്തെങ്കിലും ഒരു പ്രകോപനം ഉണ്ടായാൽ പാകിസ്ഥാൻ അടങ്ങിയിരിക്കുമെന്ന് കരുതുന്നില്ല. കാര്യം പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ ഭീഷണി മുഴക്കിക്കഴിഞ്ഞു, തിരിച്ചടിക്കുമെന്ന് പറയുന്നു. എന്നിരുന്നാലും ഇപ്പോഴത്തെ ഈ വാർത്താ സമ്മേളനത്തിലൂടെ നമുക്ക് കേൾക്കാൻ സാധിച്ചൊരു വിഷയം, ഇനി ഇന്ത്യ എല്ലാ തയ്യാറെടുപ്പും നടത്തി കഴിഞ്ഞിരിക്കുന്നു, പാകിസ്ഥാനി മിസ്അഡ്വഞ്ചേഴ്സ് എന്നൊരു വാക്കാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രകോപനത്തെപ്പറ്റി വിംഗ് കമാൻഡർ വ്യോമിക സിംഗ് പറഞ്ഞത്. അതായത് ഇനി ഒരു സാഹസത്തിന് നിങ്ങൾ മുതിർന്നു കഴിഞ്ഞാൽ തിരിച്ചടി അതിശക്തമായിരിക്കുമെന്ന വ്യക്തമായ മാന്യമായൊരു സന്ദേശമല്ല ഇതിലൂടെ നൽകിയിരിക്കുന്നത്. പാകിസ്ഥാൻ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം പാകിസ്ഥാൻ ഒരു വാർ ഇൻവൈറ്റ് ചെയ്യുകയാണ്. പാകിസ്ഥാനിന്റെ കണ്ടീഷൻ ഇന്നത്തെ സ്ഥിതിയിൽ പാകിസ്ഥാന്റെ കണ്ടീഷൻ വളരെ മോശമാണ്. എക്കണോമിക് ആയിട്ടും സെക്യൂരിറ്റി പരമായിട്ടും എല്ലാം കൊണ്ടും തകർന്ന ഒരു റോഗ് നേഷനാണ് പാകിസ്ഥാൻ. അവർക്ക് ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധ പിടിച്ചു പറ്റണമെങ്കിലോ അല്ലെങ്കിൽ അവരുടെ സർവൈവലിന് വേണ്ടിയിട്ടോ ഒരു യുദ്ധം ആവശ്യമാണ്. യുദ്ധം ജയിക്കാൻ വേണ്ടിയിട്ടല്ല, ഒരു ലിമിറ്റഡ് വാർ അവർ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്, അവർ ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്.
അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധം ഒരെണ്ണം ായിട്ടുള്ള ഒരു വാർ നടന്നാൽ അവർക്ക് അവർ എടുത്തിരിക്കുന്ന കടങ്ങൾ മുഴുവൻ എഴുതി തള്ളാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. പിന്നെ രണ്ടാമത് യുദ്ധം ഒരു ലിമിറ്റഡ് സ്റ്റേജിൽ ആകുകയാണെങ്കിൽ, ലിമിറ്റഡ് സ്റ്റേജിൽ ഇന്ത്യ ആക്രമിക്കുകയാണെങ്കിൽ അവർക്ക് റീകൺസ്ട്രക്ഷനും റീഹാബിലിറ്റേഷനും വേണ്ടി പല ഇന്റർനാഷണൽ ഏജൻസീസും പണം കൊടുക്കും. അതാണ് അവരുടെ ഉദ്ദേശം. മൂന്നാമത്തെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ആർട്ടിക്കിൾ 370 കാശ്മീരിൽ നിന്ന് അബ്രോഡ് ചെയ്തതിന് ശേഷം പാകിസ്ഥാന്റെ പാകിസ്ഥാന്റെ കാശ്മീരിനെ ചൊല്ലിയുള്ള കരച്ചിൽ ആരും കേൾക്കട്ടെ. എല്ലാ രാഷ്ട്രങ്ങളെല്ലാം പറയാൻ തുടങ്ങി കാശ്മീരിൽ യാതൊരു പ്രശ്നമില്ല, 370 ആർട്ടിക്കിൾ അബ്രോഗേറ്റ് ചെയ്തതിനു ശേഷം അവിടെ സമാധാനവും ശാന്തതയുമാണ്. കല്ലേറില്ല, വെടിവെപ്പില്ല, ടെററിസ്റ്റ് ആക്രമണങ്ങളില്ല, എക്കണോമിക് പ്രോസ്പെരിറ്റി വളരെ കൂടി, ടൂറിസ്റ്റ് സാധാരണയിലും കൂടുതലായിട്ട് പോകാൻ തുടങ്ങി. കാശ്മീരിൽ ഇപ്പൊ എന്താണ് പ്രോബ്ലം എന്ന് പാകിസ്ഥാനോട് മറ്റ് കൺട്രികളും ഇന്റർനാഷണൽ ഏജൻസീസും ചോദിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് നിലനിൽപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ യുദ്ധം ആവശ്യമാണ്. അതിനുവേണ്ടി മാത്രമായിരിക്കണം ഈ പാകിസ്ഥാൻ ജനറൽ ഇങ്ങനെ ഒരു പ്രകോപനപരമായ ഒരു സ്പീച്ച് അവിടുത്തെ ഡയസ്പോറയ്ക്ക് കൊടുത്തതും അതിന്റെ റെസ്പോൺസ് ആയിട്ട് ഈ പാകിസ്ഥാന്റെ റെസിസ്റ്റൻസ് ഫ്രണ്ട് എന്ന് പറയുന്നത് പണ്ടത്തെ ലഷ്കർ-ഇ-തോബ അവര് ഈ പഹൽഗാമില് അറ്റാക്ക് ചെയ്തത് എന്ന് വേണം കരുതണമെങ്കിൽ. പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാൻ ഒരു വാർ നമ്മുടെ കയ്യിൽ നിന്ന് ഒരു ആക്രമണം അവർ പ്രതീക്ഷിക്കുന്നു, അവരത് ആഗ്രഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതായത് ഇന്നത്തെ പാകിസ്ഥാന്റെ അരക്ഷിതാവസ്ഥ, സാമ്പത്തിക അരാജകത്വം, അതുപോലെ തന്നെ മറ്റ് ബുദ്ധിമുട്ടുകൾ, ഇതിൽ നിന്നും ഒക്കെ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു നാടകമാണ് പാകിസ്ഥാൻ നടത്തിയതെന്ന് കൂടി ഇതിനെ വ്യാഖ്യാനിക്കാനായി സാധിക്കുമോ? യെസ്, അതാണ് അതിന്റെ ശരി. അതാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള ശരി. അല്ലാതെ അവർക്ക് ഈ ഒരു ആക്രമണമോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുന്നത് കാരണമോ ഇന്ത്യയിലെ കാശ്മീർ പിടിച്ചെടുക്കുക എന്നുള്ളത് താൽക്കാലിക ഉദ്ദേശമല്ല. തൽക്കാലമായിട്ടുള്ള ഒരു ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ അവര് നാണം കെട്ടിരിക്കുകയാണ്. പാകിസ്ഥാൻ ആകെ ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ വല്ലാതെ നാണം കെടുകയും ഒരു റോഗ് നേഷൻ എന്ന് തന്നെ പറയാൻ സാധിക്കില്ല. ഇലക്ടഡ് ആയിട്ടുള്ള ഗവൺമെന്റ് പോലും അവിടെ അധികാരത്തിലില്ല. ഇമ്രാൻഖാനാണ് ഇലക്ട് ചെയ്തത്. അയാളെ പ്രൈം മിനിസ്റ്റർ ആക്കാതെ അയാളെ ജയിലിൽ അടച്ചിട്ട് ബൈ ഫോഴ്സ് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി റൂൾ ചെയ്യുന്ന മിലിറ്ററിയുടെ ഡിസ്ട്രിക്റ്റിൽ. ഇത് ലോകം മുഴുവൻ കാണുന്നത്. ഈ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയും പാകിസ്ഥാൻ എന്നൊരു രാഷ്ട്രം നിലനിൽക്കുന്നുണ്ട് എന്ന് ലോകത്തിന് കാണിക്കാൻ വേണ്ടിയും മൂക്ക് വരെ മുങ്ങിയ കടത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടിയും കാണിക്കുന്ന ഒരു നാടകമാണ് ഈ പാകിസ്ഥാൻ ഇപ്പോൾ കളിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്.